കാണോട് വിചാരിക്കത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയണമെങ്കിൽ പറഞ്ഞോളി. നാളെ എന്തൊക്കെ എല്ലാരും പറഞ്ഞോളി. സൂപ്പറായിട്ടല്ലേ? നന്നായിട്ടുണ്ട്, നല്ലോണം നന്നായിട്ട് തന്നെ പറയാം. നാളെ നിങ്ങളിത് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണും. അങ്ങനെയുണ്ട്. അമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പാചകമല്ല, ഒരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. ആ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഞങ്ങളെ തൊടിയിൽ പറമ്പിൽ തൊഴിലുറപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ തൊഴിലുറപ്പ് എടുക്കുന്ന സമയത്ത് ഞാനൊന്നും കൂടിയിട്ടില്ല. പക്ഷേ ഇവിടെ 4 മണിക്ക് ഒരു ചായ കൊടുക്കണ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിക്ക് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? നമ്മളന്ന് ഉണ്ടാക്കിയിട്ടിരുന്നല്ലോ കുലാബി. ആ കുലാബിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സബരം വന്നിങ്ങടെ മാത്തിക്കൊക്കെ അതിന് ഞങ്ങൾ കുടിക്കല്ലേ? കുടിക്കാന്ന് വെച്ചാൽ മതി. ആർക്കും അയച്ചെടുക്കൂല. അത് നാളെ നിങ്ങൾ യൂട്യൂബിലൂടെ കാണും. അത്രേ ഉള്ളൂ അല്ലേ? നാളല്ല, എന്തെങ്കിലും കാണും. ഇവിടെ ഉണ്ടാക്കണത് എന്താണെന്നറിയോ? തേങ്ങാച്ചോറ്. അതെന്തിനു വേണ്ടി ഉണ്ടാക്കണറിയോ? പിന്നെ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറി നല്ല വെന്ത് നല്ല പാകമായിട്ട് അതിലേക്ക് ലേശം തേങ്ങ വറുത്തരച്ചുകൂടി പാരട്ടോ. നല്ല കൊഴുത്ത കറി. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കട്ടെ. ചാറാട്ടോ. ബസ്സിലെ കണ്ടക്ടർ ഓഫീസറായി അല്ല LIC പണിയെടുക്കുവാണ്ട് ഒരു ദിവസം പോയി വന്നിട്ട് ഉമ്മാനോട് ചോദിക്കാം, ഉമ്മ ചാറ്റിക്ക് ചോറ്റെന്താ വെച്ചു. അത് ഇവിടെ അമ്മ എടുത്തി കേട്ടോ. പിന്നെ അറിയാതെ എന്താടി പൊത്തിന്
നന്നായിണ്ട കറിയൊക്കെ ഒരു ചാറാണ് എന്നാലും. ഇതാണ് ഞങ്ങളെ മാറ്റ്. മാറ്റാണ് ഇപ്പോൾ പഞ്ചായത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF മത്സരിക്കാൻ നിൽക്കുന്ന ആളാണ്. ഗുലാബ് കിട്ടി, ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ തേങ്ങാച്ചോറും ചിക്കനും ഉണ്ടായിരുന്നു. പണിക്കാർക്കെല്ലാവരും ഒരുപാട് സന്തോഷമായി. എല്ലായിടത്തും പോകുമ്പോൾ എങ്ങനെയും കിട്ടലില്ല, ചിലയിടത്തു നിന്നൊക്കെ കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷമുണ്ട്. മന്ദിരം, ഞങ്ങളെ ഗുരുമന്ദിരാട്ടത്. എങ്ങനെ ഉണ്ടടാ? അഭിപ്രായം ഒന്നും പറയില്ല ആരും. ഇങ്ങോട്ട് നോക്കി പറ, ഇങ്ങോട്ട് നോക്കി പറ. എന്താ കുട്ടികളെ നിങ്ങൾക്ക് അഭിപ്രായം ഒന്നുമില്ലേ? പണ്ടല്ലേ ഞാൻ എന്താ കുട്ടനെ ഉണ്ടാക്കിയ കുട്ടനെ പിടിച്ചോണ്ടിരിക്കുക. ഈ അഭിപ്രായങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഈ കുലാവിനെ പറ്റിയിട്ട് ഒരഭിപ്രായം ഒന്നുമില്ലേ? പറയും. ഇപ്പൊ ഗുരുമന്ദിരത്തിന്റെ അവിടെ എത്തി. അവിടെ കുട്ടികൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്കും കൂടിയുള്ള ഒരു യോഗ ഉണ്ടായി. 100-ലധികം കൊല്ലം പഴക്കമുള്ള തറവാട് കിണറാണ്. അന്ന് ഈ കരയിലേക്ക് ആകെ ഉണ്ടായിരുന്ന കിണറാണിത്. എല്ലാവർക്കും വെള്ളം കൊണ്ടുവരുന്ന കിണറാണ്. ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കാം. കരിങ്കല്ലുകൊണ്ട് പടുത്തുണ്ട് പകുതി ഭാഗം. ബാക്കി വെള്ളത്തിൻ്റെ അടിയിലുള്ള നേരെ അടിയിലുള്ള ഭാഗം കരിങ്കല്ല. 2 കുപ്പിയതാ അത് അവിടുന്ന് നീക്കിട്ടത്. ഇനി അതും അങ്ങനെയുണ്ട്. എല്ലാരും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുന്നത് അറിയാം.